നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം ബാക്ക് പെയിനും ലെഗ് പെയിനും ബോഡി പെയിനും ഒക്കെ ഉണ്ട്. വേദനയില്ലാത്ത ഭാഗങ്ങൾ വളരെ കുറവായിരിക്കും മിക്ക ആളുകൾക്കും. അപ്പം മറ്റുള്ളവരുടെ സഹായത്തോടെ ഒരു മസാജൊക്കെ ചെയ്ത് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന സമയത്ത് എല്ലാവരും അവൈലബിൾ ആകണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോഡി മസാജർ ഒന്ന് പരിചയപ്പെടാം. ഇതൊരു ഹാൻഡ് ഹെൽഡ് ബോഡി മസാജർ ആണ്. അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ റിലാക്സോ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 ആഴ്ചത്തോളമായി. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അൺബോക്സിംഗ് വീഡിയോകളിലും ആ പ്രൊഡക്റ്റ് ഞാൻ ഒരാഴ്ചയെങ്കിലും ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും അതിന്റെ ആ വീഡിയോ ചെയ്യാറുള്ളത്. കാരണം പിന്നെ അതിന്റെ ഒരു സെപ്പറേറ്റ് റിവ്യൂമായിട്ട് വരേണ്ട കാര്യമില്ല. നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അതിന്റെ അൺബോക്സിംഗ് റിവ്യൂ കൂടെ ഒരുമിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റ വീഡിയോയിൽ ഒതുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് എല്ലാ പ്രൊഡക്റ്റുകളുടെയും അൺബോക്സിംഗ് റിവ്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോക്ക് ഒരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിന്റെ മെയിൻ യൂണിറ്റ് ആണ് നമുക്ക് ആദ്യം ലഭിക്കുക. അതിനോടൊപ്പം തന്നെ മസാജ് ഹെഡ് ക്യാപ്പുകൾ ഈ ബോക്സിലുണ്ട്. പിന്നെ എല്ലാ ബോക്സുകളിലും സാധാരണ ലഭിക്കാറുള്ള യൂസർ മാനുവലും വാറന്റി കാർഡും ഈ ഒരു ബോക്സിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാജർ. ഇത് കണ്ടാൽ നമ്മുടെ പണ്ടത്തെ ഫോണിന്റെ റിസീവർ ഉണ്ടല്ലോ, അതുപോലെ തോന്നും. പക്ഷേ ഇത് അല്ല, അടിപൊളി മസാജറാണ്. ആദ്യം നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. എന്തൊക്കെ ഇവിടേക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഡിസ്പ്ലേയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ സ്പീഡും ഇതിന്റെ മോഡും ഏതാണെന്നുള്ളത്. അതിന് താഴെയായിട്ട് ഒരു പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതിന് താഴെയായിട്ട് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള 5 വേരിയബിൾ റിതം മോഡ്സ് ഇതിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ താഴെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. 6 വേരിയബിൾ സ്പീഡ് സെറ്റിംഗ്സ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇത്രയും സെറ്റിംഗ്സിൽ മാത്രമേ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഈ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു റഫ് ആയിട്ടുള്ള ഫിനിഷിങ്ങും ബാക്കി മൊത്തം നമുക്ക് ഗ്ലോസി ഫിനിഷിംഗും ആണ് ലഭിക്കുന്നത്. ഇതിന്റെ പിടി ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇവിടെ കുറച്ച് മാറ്റ് ഫിനിഷ് പോലെയാണ് നൽകിയിരിക്കുന്നത്. നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. നമ്മളിത് പിടിച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് ഒരു താഴെയൊന്നും പോകത്തില്ല. അതിനോടൊപ്പം തന്നെ ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡിലേക്ക്, ഇതിന്റെ ഹെഡ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു മെഷ് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു നല്ല ഫാബ്രിക് മെഷ് ആണ്. ഈ മെഷിനുള്ളിലാണ് നമ്മൾ മസാജ് ഹെഡുകൾ ഇടുന്നത്. അതിനായിട്ട് നമുക്ക് ഈ മെഷ് ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ മെഷ് ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള 8 മസാജ് ഹെഡുകൾ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതിങ്ങനെ റീപ്ലേസ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും അതിനുശേഷം ഈ മെഷ് ഇട്ട് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പം എല്ലാ ഹെഡിലും നമുക്ക് ഈ മെഷ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇതിന്റെ ഹെഡ് എല്ലാം ഊരിയതിനു ശേഷം ഉള്ള ഒരു ലുക്ക് ഇങ്ങനെയായിരിക്കും. ഇതിനുള്ളിൽ റെഡ് കളറുള്ള കുറെ LED ലൈറ്റുകളിലൂടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, പോർട്ടബിൾ ആണ്. പിന്നെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, ഇനി ഇതിൽ 8 മസാജ് ഹെഡുകൾ നൽകിയിട്ടുണ്ട്. ഓരോ ടൈപ്പിലുള്ള മസാജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹെഡുകൾ നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി ഇട്ടിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാജ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് ഫ്ലാറ്റ് മസാജ് ഹെഡ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫുൾ ബോഡി മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് വേ മസാജ് ഹെഡ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡീപ് ടിഷ്യൂസ്, അതായത് ഷോൾഡേഴ്സ്, ലെഗ്സ് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ബാൾ മസാജ് ഹെഡ് ആണ്. ഇത് നമുക്ക് എണ്ണയൊക്കെ ഇട്ടിട്ട് എസെൻഷ്യൽ ഓയിലൊക്കെ തൂത്തിട്ട് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് ബാൾ മസാജ് ഹെഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ ഇതിൽ മെഷ് ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ ഇട്ടതിന് ശേഷം മെഷ് ഉപയോഗിക്കില്ല. അങ്ങനത്തെ ഒരു മസാജ് ഹെഡ് ആണ് ഇത്. ഇതാണ് തായ് ചി മസാജ് ഹെഡ്. അടുത്തത് ഈ വൈറ്റ് കളറുള്ള മൈക്രോ ഫില്ലർ മസാജ് ഹെഡ് ആണ്. കാലിലെ ഡ്രൈ സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു മസാജ് ഹെഡ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പോൾ ആ മെഷ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് റോളർ മസാജ് ഹെഡ് ആണ്. ഇത് ലാർജർ ഏരിയ ഫോർ സ്മൂത്ത് റോളിംഗ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അടുത്തത് ഡബിൾ വീൽ മസാജ് ഹെഡ് ആണ്. ഇതും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോളിംഗ് ഫീൽ എഫക്ട് കിട്ടാൻ വേണ്ടിയുള്ള മസാജ് ഹെഡ് ആണ്. ഇത് ആംഗിൾഡ് റോളർ മസാജ് ഹെഡ് ആണ്. ഇത് വേറൊരു ടൈപ്പിലുള്ള റോളർ മസാജറാണ്. ഈ റോളർ മസാജ് ഹെഡുകൾ ഉപയോഗിക്കുമ്പോൾ മെഷ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഇത്രയും ഡീറ്റെയിൽസേ പറയാനുള്ളൂ. നമുക്ക് ഏത് ഹെഡ് ആണോ ഉപയോഗിക്കുന്നത് അത് ജസ്റ്റ് ഇതേപോലെ ഇവിടേക്ക് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മെഷ് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇതേപോലെ ആ മെഷ് കയറ്റി അങ്ങോട്ട് ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കി ഇത് ലോക്ക് വീഴും. ലോക്ക് വീണതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് പവർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഏത് മോഡാണോ വേണ്ടത് ആ മോഡ് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടം പോലെ ഇഷ്ടമുള്ളിടത്ത് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഒരു റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുന്ന ഒരു മസാജറാണിത്. ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പുറമൊക്കെ മസാജ് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ലൈറ്റ് വെയിറ്റുമാണ്. പിന്നെ നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്, ഒരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ഇരുന്ന് വീഡിയോകൾ ചെയ്യുമ്പോൾ എനിക്ക് നടുവേദന ഉണ്ടാകും. അപ്പൊ അത് ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്ട്രെസ്സിൽ നിന്നുണ്ടാകുന്ന സംഭവമാണ്. അപ്പൊ ആ ഒരു വേദന മാറ്റാനായിട്ട് ഇത് എനിക്ക് യൂസ് ആകുന്നുണ്ട്. അപ്പൊ അതേപോലെയുള്ള ഓരോ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഡിവൈസ് വളരെ നന്നായിരിക്കും. ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രൈസിൽ വേരിയേഷൻ വരും. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള പ്രൈസ് ആണ് ഈ കാണുന്നത്. ഇനി നിങ്ങളൊരു മാസം കഴിഞ്ഞൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത്
ചെയ്യുന്നതെന്നൊക്കെ അന്നേരം ഈ ഒരു പ്രൈസ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ 500 ലൈക്കിന്റെ ടാർഗറ്റ് പറഞ്ഞിരുന്നു. അപ്പൊ അതോടൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേക്കുക. അപ്പൊ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.